ഇത്ര വാല്യൂഷൻ ചെയ്യണം, അല്ലെങ്കിൽ ഇതിനൊരു 500 കോടി എത്തിക്കണം, 100 കോടി. പക്ഷെ നമുക്കത് പിന്നെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മളത് ആക്സെപ്റ്റ് ചെയ്തു പറഞ്ഞാൽ വാട്ടെവർ എന്തോ ആയിക്കോട്ടെ. പിന്നെ ഓരോരുത്തർ വിവരമുള്ള ആളാണ്, അതിനെ കുറിച്ച് നമ്മൾ വെറുതെ എന്ത് ചെയ്യാൻ പോകണ്ട, നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കീപ്പ് ചെയ്യാം. ഞാനൊരു ഡോക്ടറാണ്, എനിക്ക് അത് മാത്രമേ അറിയുള്ളൂ. സോ നമ്മൾ ബിസിനസ്മാൻ ആവുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ധൈര്യത്തിൽ എടുക്കണം, ഒരു കറേജ് വേണം. പിന്നെ കറേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ബിസിനസ്മാൻ. പിന്നെ അത് കൊണ്ടുപോകാനുള്ള ടീം വേണം. അപ്പൊ ടീമും കാര്യങ്ങളൊക്കെ ഈ 4th സ്റ്റേജ് മുതലായിരിക്കും, സ്കെയിലബിൾ സ്റ്റേജിലായിരിക്കും എന്ത് ചെയ്യാം പിന്നെ വേണ്ടി വരാൻ. അത് ഒരു ഭയങ്കര ഇൻവെസ്റ്റ്മെന്റ്. ഫസ്റ്റ് ബിസിനസ് ഇട്ടതിനേക്കാൾ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഈ സമയത്ത് മണി ആൻഡ് ടൈം എന്ത് ചെയ്യേണ്ടി വരും, പിന്നെ വേണ്ടി വരും. അതാണ് ഏറ്റവും ഒരു കാര്യം. പിന്നെ കറേജ് ആണ്. കറേജും ഇതും വരണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ഇത് എത്തിക്കാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് വേണം. അപ്പൊ അത് ഡിസൈഡ് ചെയ്യപ്പോഴും എന്താണ് നമ്മൾ നോളജ് ആയിരിക്കും. അപ്പൊ എനിക്ക് ആദ്യം പിന്നെ ക്ലിനിക്ക് ഇടാൻ 1-2 ക്ലിനിക്ക് ഇട്ട് പിന്നെ നമുക്ക് പേടിയാണ്, അല്ലെങ്കിൽ ഒരു ക്ലിനിക്ക് ക്ലോസ് ചെയ്തു. കാരണം നമുക്ക് ക്ലിനിക്കിൽ വർക്ക് ചെയ്യാനുള്ളത്, പക്ഷെ ക്ലിനിക്ക് നടത്താനുള്ളത് അറിയാം. കാരണം നമ്മൾ പഠിച്ചതൊക്കെ എന്താണ്, ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഓരോരുത്തരും പിന്നെ ഓരോ ഫീൽഡിലായിരിക്കും. ഇപ്പൊ ജംഷിക്ക് ആർക്കിടെക്ചർ ആണ്, നല്ലൊരു ഡ്രോയിങ് ചെയ്യാറ്. കാരണം എന്താണ് പഠിച്ചത് അതാണ്. പഠിച്ചതാകുമ്പോൾ ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ നമ്മൾ ഇനി ചെയ്യുന്ന ബിസിനസ് ആണ്. ബിസിനസ് പഠിക്കണം. ബിസിനസ് പഠിക്കാതെ എങ്ങനെയാണ് ഡിസിഷൻ എടുക്കുക. ഇപ്പൊ ഞാൻ ഒരു പേഷ്യന്റ് നോക്കുന്ന സമയത്ത് പിന്നെ അയാളൊരു പെയിൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഫില്ല് ചെയ്യണോ, റൂട്ട് കനാൽ ചെയ്യണോ, പറിക്കണോ എന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അതൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ എന്ത് ചെയ്യും നമ്മുടെ മൈൻഡിൽ വരും. കാരണം എന്താ, മുന്നേ കുറെ ഡാറ്റ നമ്മൾ